നാട്ടിലെ 2-3 വീക്സ് വെക്കേഷൻ അടിച്ചുപൊളിക്ക് ശേഷം നമ്മളിതാ തിരിച്ച് മുംബൈയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുംബൈയിലേക്ക് പോണതിൻ്റെ മുന്നേ കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. കാരണം ഓരോ ദിവസത്തെ വീഡിയോസായിട്ട് എടുത്തിട്ടില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നാട്ടിലെ വീഡിയോസൊക്കെ ഒരുപാട് കുറവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നാലും പറ്റുന്ന പോലെ ഓരോ ദിവസങ്ങളിൽ ഓരോ സ്ഥലത്തൊക്കെ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ കാണാൻ പോയത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചങ്ങരംകുളത്തുള്ള മാൾസ് തിയേറ്ററിലേക്കാണ്. ആക്ച്വലി സിനിമ ഇറങ്ങിയൊരു 2-3 ഡേയ്സിൽ തന്നെ നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ നമ്മൾ ഷോർട്സായി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് മുംബൈയിൽ വന്ന് സമാധാനമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ നല്ലൊരു സിനിമയാണെന്ന് എല്ലാവരും റിവ്യൂ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാണാൻ വന്നത്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അടുത്തെന്ന് പറയുമ്പോൾ ആക്ച്വലി എവിടെയാണ് വീട് എന്നുള്ളത്. അതൊരു സത്യം പറഞ്ഞാൽ ഈ ഒരു പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വീട് എന്നുണ്ടെങ്കിലും പാലക്കാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും ബോർഡറിൽ താമസിക്കുന്ന നമ്മുടെ തൃത്താല പടിഞ്ഞാറങ്ങാടി ആ ഭാഗത്തുള്ളവർക്ക് അറിയാം. നമുക്കെല്ലാം പാലക്കാടിനേക്കാളും നമുക്ക് അടുത്താണ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊരു എപ്പോഴും ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ ഏരിയയിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ കൂനമൂച്ചി വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചങ്ങരംകുളത്തേക്ക് എത്തും. അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് നമ്മൾ 20-25 മിനിറ്റ്സിൽ ഗുരുവായൂർക്കാണെങ്കിലും ഒക്കെ എത്തും. പക്ഷേ ഡിസ്ട്രിക്റ്റുകൾ മാറിപ്പോകുന്ന കാരണം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കണ്ടു. അടിപൊളി സിനിമയായിരുന്നു. മീൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതായത് നമുക്കൊരു സമാധാനത്തോടെ ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമ, കുറച്ചിരിച്ചിട്ട് അതാണല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അല്ലേ. എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിൻ്റെ നേരെ താഴെ ടോണിയൻകയും സൂഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഷോർട്സിൽ കാണിച്ച പെനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐസ് കാൻഡിയുടെ ഷോപ്പാണ്. ഇതും ആ തിയേറ്ററിൻ്റെ താഴെ മുന്നിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ഐസുകളില്ലേ, അങ്ങനത്തെ ഇതുണ്ട്. ഈ എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വൈബല്ലേ. പണ്ടിങ്ങനെ ആ ബെല്ലൊക്കെ അടിച്ചിട്ടുള്ള ഐസ്, ആ ഒരു ഐസുകളാണ് ഇവിടെ ഉള്ളത്. അതല്ലാതെ വലിയ വലിയ ഐസും ഉണ്ട്. അതേ സ്നിക്കേഴ്സ് അങ്ങനത്തെ ടേസ്റ്റിലൊക്കെ വരുന്ന ഐസുകളുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും മാക്സിമം വില 30 രൂപ 35 രൂപയാണ്. പക്ഷേ മെയിൻ സേമിയ ഐസ്, പാലൈസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനും ഗീതും ആദ്യം തന്നെ നൊസ്റ്റാൾജി അടിച്ചിട്ട് സേമിയ ഐസ് വാങ്ങിച്ചു. നമ്മൾ പണ്ട് കഴിക്കില്ലേ അതേ സ്വാദ്, കുറച്ച് ക്വാളിറ്റി കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. പണ്ട് കഴിക്കണമെങ്കിൽ ഒരു ചെറിയ വെള്ളച്ചോയൊക്കെ ഉണ്ടാകും, പക്ഷേ അതിന് നല്ല ടേസ്റ്റാണല്ലോ. അപ്പം ഞങ്ങൾ ഓരോരുത്തരും അമ്മയും അച്ഛനൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. നിക്കിക്കുട്ടൻ ഇവിടെ എല്ലാവരുടെ അടുത്തും ഓടി നടന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് സ്നിക്കേഴ്സിൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ നാല് ഐസ് വെച്ചിട്ട് ഓരോരുത്തരും കഴിച്ചു. ഈ ഗ്രേപ്പിനൊക്കെ 5 രൂപയുള്ളൂ കേട്ടോ. ഭയങ്കര വില കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഐസുകൾ കുറേ കഴിച്ചു. ഈ പാലൈസ്, സേമിയ ഐസ്, പണ്ടത്തെ നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ കുറേ കഴിച്ചു. കുറേ പേര് പറഞ്ഞു ഇപ്പോൾ എവിടെയും കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മൾ ഇങ്ങനത്തെ ഷോപ്പിൽ നിന്നാണ് കഴിച്ചത്. മറ്റേത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ലല്ലോ, അസുഖങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് കഴിച്ചത് കേട്ടോ. പുലിയായോ? പുലിയായി പുലി. അപ്പോൾ ഇപ്രാവശ്യം മിത്തുക്കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കസിൻസും എല്ലാവരും കൂടെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ വെക്കേഷൻ ആകുമ്പോൾ ഇവിടേക്ക് വരുന്നതാണ്. പിന്നെ എല്ലാവരും നമ്മുടെയൊക്കെ വീടുകൾ അടുത്തടുത്തായ കാരണം അവരുടെയൊക്കെ മക്കൾക്കും വെക്കേഷൻ വന്നാലും എപ്പോഴും ഫുൾ ടൈം ഒന്നെങ്കിൽ എല്ലാ കുട്ടികളും ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ മിത്തു തറവാട്ടിലായിരിക്കും. അങ്ങനെയാണ് എപ്പോഴും ഈ ഒരു 2 വീക്സും ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് മിത്തുക്കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ കളിച്ച് നാട്ടിലെ ഗെയിംസൊക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ കളിയും നാട്ടിലെ ഗെയിംസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഗെയിംസും ഒക്കെ ഒരു അത്ഭുതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇന്ന് കുട്ടികളെല്ലാവരും ഇവിടെ സ്ലീപ്പ് ഓവർ ആയിരുന്നു. ഇതിന് 2 ദിവസം മുന്നേ തറവാട്ടിലും അവിടെയൊക്കെ ആയിട്ടായിരുന്നു സ്ലീപ്പ് ഓവറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതായത് ഇവിടുത്തെ സ്ലീപ്പ് ഓവർ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കസിൻസിൻ്റെയൊക്കെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് കിടന്നിരുന്നത് തന്നെ. അപ്പം മഴ പെയ്തപ്പോൾ കുട്ടികൾക്കൊക്കെ മഴയത്ത് കളിക്കണം. അപ്പോൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ വിചാരിച്ചു ഇതൊക്കെ രസമല്ലേ, നമുക്കും നമ്മുടെ പണ്ടത്തെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ വീട്ടിലുള്ള ഓർമ്മകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ കസിൻസ്, കാരണം ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ കൂടുതൽ നമ്മുടെ അതേ ഏജ് ഇതൊക്കെ നമ്മുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കസിൻസിൻ്റെ കൂടെ കളിക്കുമ്പോൾ നമുക്കുള്ളൊരു മെമ്മറീസ് ഉണ്ടല്ലോ, ഒരുപാട് മെമ്മറീസ്. ഇതുപോലെ കുറേ കുരുത്തക്കേടുകൾ, വീട്ടുകാരറിയാത്ത കുറേ കുരുത്തക്കേടുകൾ, കുറേ ഭക്ഷണം ഉണ്ടാക്കൽ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവർ ഇത് എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾക്കും ഓക്കെ, അവർക്കും വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെയല്ലേ ഉള്ളൂ മെമ്മറീസ് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ രാത്രി നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി, സ്ലീപ്പ് ഓവർ ആയ കാരണം ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമ്മൾ കൂറ്റനാടുള്ള ടോപ്പ് ചിക്കൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വന്നിട്ട് നമ്മൾ എന്തായിരുന്നു പൊറോട്ട, എന്തൊക്കെയോ സംഭവങ്ങൾ, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നല്ല മഴയായത് കാരണം എൻ്റെ അമ്മോ മഴ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ദേ രാത്രി വരെ രാത്രി കുട്ടികളെല്ലാവരും കൂടെ ഒരു റൂമിൽ കിടത്തി ഞങ്ങളെയൊക്കെ അടിച്ച് പുറത്താക്കി. കാരണം അവരെപ്പോഴാണ് ഉറങ്ങുകയെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതാണ് അവരുടെ സ്ലീപ്പ് ഓവറിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. രാത്രി എണീറ്റ് ചായ ഉണ്ടാക്കുക, അതേ രാവിലെ എണീറ്റുള്ള സീനാണ്. എല്ലാം കൂടെ കിടന്നുറങ്ങുകയാണ്. മനസ്സിലാവും. ഇവിടെ നിറയെ മയിലുണ്ട് കേട്ടോ. പക്ഷെ നേരം പോലെ ഒരു വീഡിയോ എടുക്കാൻ ഒരൊറ്റെണ്ണത്തിനും കിട്ടില്ല. നമ്മുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഒക്കെ ഓടി ഒളിക്കും. ഒരു 6-7 എണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഇപ്രാവശ്യം മഴക്കാലം ആസ്വദിച്ചു എന്ന് പറയാൻ നല്ല ഗംഭീര മഴയായിരുന്നു കേട്ടോ. ഇത്ര നേരം ഇടി മഴ. ഇപ്പോൾ ഒന്ന് മഴ തുറന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വന്നതുണ്ടോ, ഇടി വെട്ടുന്നുണ്ടോ. ഉച്ചയ്ക്കാണ് ഇതിപ്പോൾ സമയം 12-1 മണി നേരമാണ്. ആ സമയത്താണ് കേട്ടോ മഴ, ഭയങ്കര മഴ. ഇന്നലെ രാത്രി മഴയായിരുന്നു. പാറ്റകൾ രാവിലെയും കൂടെ പാറ്റ, അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ഞാൻ വെക്കേഷൻ എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ അത്ര മഴ അങ്ങോട്ട് ശരിക്കും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മഴ. ചൂടൊന്നുമില്ല, നല്ല രസം. അയ്യോ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇന്നലെ ഇവിടെ സ്ലീപ്പ് ഓവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഞാൻ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ആ വീട്ടിൽ ഈ വീട്ടിൽ അങ്ങനെ ഓരോ വീട്ടിൽ സ്ലീപ്പ് ഓവർ. ഇന്ന് രാവിലെ 4 മണിക്കാണ് ഉറങ്ങിയിരിക്കുന്നത്. ഞാനൊരു 3 പ്രാവശ്യം ഇടയ്ക്ക് പോയി നോക്കിയപ്പോഴും ഉറങ്ങിയിട്ടില്ല. ഒരു 4 മണിയായപ്പോഴാണ് ഇന്ന് ബഹളമൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ട്, അച്ഛനമ്മയൊന്നുമില്ല, അവർ കല്യാണത്തിന് പോയിരിക്കുകയാണ്. ഇന്ന് നല്ല ഇടിയും മഴയുള്ള കല്യാണമായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പുലാവാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, തട്ടിക്കൂട്ട് പുലാവ് കേട്ടോ. ഇന്ന് ഈവനിങ്ങിൽ അമ്പലത്തിൽ പോകണം. അപ്പോൾ നോൺ വെജ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു നമ്മുടെ സാധാരണ യെല്ലോ റൈസ് ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്, ആ ഒരു യെല്ലോ റൈസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഉരുളക്കിഴങ്ങും ഉള്ളിയും അതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ശരിക്കും കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആരും അച്ഛനമ്മയൊക്കെ പോയി. കുട്ടികളൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകണ്ട, ഞങ്ങൾക്ക് ഇവിടെ അവർക്ക് കളിച്ച് മതിയായിട്ടില്ല. അപ്പോൾ അവർ കല്യാണത്തിനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ കാരണം, അല്ലാന്നുണ്ടെങ്കിൽ കല്യാണത്തിന് പോയാൽ മതിയായിരുന്നു. അപ്പോൾ നല്ല മഴ കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴയുടെ മ്യൂസിക്കോട് കൂടി. കണ്ട ഇരുട്ടാണ്, ഒരു 12:30 സമയം നിറയെ ലൈറ്റ് ഇട്ടതാട്ടോ. ശരിക്കും ഇരുട്ട് കുത്തി മഴക്കാലം പോലെ അടിപൊളി. അപ്പോൾ മഴയത്ത് എല്ലാവരും കൂടെ പുറത്തിറങ്ങാൻ പറ്റാതെ, പുറത്ത് കളിക്കാൻ പറ്റാതെ ദേ ടാബൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം TV കാണൽ ഒക്കെ നോക്കുള്ളൂ, പേരിന് കുറച്ച് നേരമൊക്കെ നോക്കുള്ളൂ കേട്ടോ. പിന്നെ കളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ കുറേ രസകരമായ സംഭവങ്ങൾ നമുക്ക് കാണാം. ഒരാൾ യോഗ ഇൻസ്ട്രക്ടറാണ്, ബാക്കിയുള്ളവർ അതിനനുസരിച്ച് യോഗ ചെയ്യുക. ഒന്നും അറിയില്ല, പക്ഷേ ഇങ്ങനത്തെ കുറേ രസമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ കളികളാണ് കളിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഓരോ രസകരമായ കളികൾ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഓരോരുത്തർ വീട്ടിലൊക്കെ പോയി. ഇതിൻ്റെ ഇടയിൽ അവരവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊക്കെ പോയി. ഞങ്ങളിപ്പോൾ പോകുന്നത് അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. പൊന്നാനി അമ്മയുടെ അവിടെയുള്ള അമ്പലങ്ങൾ, മെയിനായിട്ട് എല്ലാ അമ്പലങ്ങളും കവർ ചെയ്യുക എന്നുള്ളതാണ്. കുറേ കാലമായി നമ്മൾ എല്ലാ കൊല്ലം വന്നാലും പൊന്നാനി തൃക്കാവ് അമ്പലമൊക്കെ നമ്മൾ പോകാറുണ്ട്. എന്നാലും കുറേ അമ്പലങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റാതെ ഇരിക്കാറുണ്ട് കേട്ടോ ആ ഒരു ഓട്ടത്തിനിടയ്ക്ക്. അപ്പോൾ ഇപ്രാവശ്യം കുറേ അമ്പലങ്ങളൊക്കെ തൊഴണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിന്നെ പൊന്നാനി അമ്മയുടെ വീട്ടിലൊക്കെ പോയി എല്ലാവരെയൊക്കെ ഒന്ന് കാണുക. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തൃക്കാവ് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ഈ ഒരു അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം നവരാത്രി ആയാലും വെക്കേഷൻ 2 months ഇവിടെ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് പൊന്നാനിയിലെ എന്താ പറയുക ഓരോ മുക്കും മൂലയും വേണമെങ്കിൽ അറിയാമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിട്ടുള്ളത് എൻ്റെ വീട് പട്ടാമ്പി അവിടെ ആ ഭാഗത്താണെങ്കിൽ പോലും ഞാൻ ഓരോ സാറ്റർഡേ സൺഡേ കിട്ടുമ്പോഴും ഏത് വെക്കേഷൻ കിട്ടുമ്പോഴും അമ്മമ്മയുടെ അടുത്ത് വന്ന് നിൽക്കും. ഗീതു അങ്ങനെ വന്ന് നിൽക്കില്ല കേട്ടോ, കാരണം അവൾ അമ്മേനെ വിട്ടുവില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ ചെറുപ്പം മുതലേ അവിടെ ആയതുകൊണ്ട് എനിക്ക് അമ്മമ്മയും അമ്മാവനുമാണ് എൻ്റെ മെയിൻ. അവരുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കസിൻസും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ടൈം അവിടെ തന്നെയായിരുന്നു. ഈ അമ്പലം എല്ലാം എൻ്റെ എന്താ പറയുക, എന്നും എൻ്റെ മനസ്സിൽ, എൻ്റെ ഓർമ്മയിലെന്ന് പറയാൻ പറ്റില്ല, അത് എൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫീല് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. നമ്മുടെയൊക്കെ ഇപ്പോൾ മിത്തുക്കുട്ടിയൊക്കെ ഇപ്പോൾ വെക്കേഷൻ വരുമ്പോൾ എങ്ങനെയാണ്, പക്ഷേ എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കാൻ സമയമില്ല. അതിൻ്റെ ഇടയിൽ നമ്മളെങ്ങനെ നമ്മുടെ അമ്മയുടെ വീട്ടിലൊക്കെ നിൽക്കാൻ അല്ലേ, അതൊരു ശരിക്കും ഭയങ്കര ഒരു സാഡായിട്ടുള്ള ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ആക്ച്വലി അതൊക്കെ ആലോചിക്കുമ്പോൾ. പക്ഷേ അങ്ങനെയാണ് ലൈഫ് എന്നുള്ളതാണ്. പിന്നെ അമ്മമ്മയും അമ്മാവന്മാരും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം, അവരൊന്നും ഇല്ലാത്തൊരു കാലം, അതൊക്കെ ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറേ ഓർമ്മകളിലൂടെയൊക്കെ പോയി, തൃക്കാവ് പോയി. ഇനി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കറിയോ? കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് ആരാന്ന് വെച്ചാൽ അമ്മമ്മയുടെ തറവാട്. എല്ലാവരും പല സ്ഥലത്തേക്ക്, പൊന്നാനി അമ്മമ്മയല്ല, മുത്തശ്ശനാൻ്റെ വീടാണ് പൊന്നാനി. അമ്മമ്മേനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ നമുക്ക് അമ്മത്താവഴിയാണ്, നമ്മുടെ ഇത് പ്രകാരം നമുക്ക് അമ്മത്താവഴിയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ധർമ്മദൈവവും എല്ലാം നമുക്ക് കോഴിക്കോടാണുള്ളത്. കാരണം അമ്മമ്മയുടെ വീട് കോഴിക്കോടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതാണ് ബംഗ്ലാവ്, നമ്മുടെ ധർമ്മദൈവമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പറ്റാവുന്ന സമയത്തൊക്കെ തൊഴാറുണ്ട്. ഞാൻ എപ്പോഴും വന്നാൽ തൊഴാൻ പോകാറുണ്ട്. രംഷേട്ടൻ പോയിട്ട് ഒരു പ്രാവശ്യമായിട്ടേ പോയിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നിൽക്കാൻ സമയം അധികം കുറവാകും. അപ്പോൾ പിന്നെ നമ്മുടെ അമ്മയുടെ വീടും അമ്മമ്മയുടെ വീട്ടിലും ഒക്കെ പോകുക എന്നുള്ളത് അതൊക്കെ അറിയില്ല. പക്ഷേ അതെന്തായാലും നമ്മളത് ആ ഒരു റൂട്ടൊക്കെ നമ്മളെപ്പോഴും അത് ഓർത്ത് പോകണം എന്നാണ് ഞാൻ പറയുക കേട്ടോ. കാരണം മിത്തുകുട്ടി വലുതായാലും ഇപ്പം എൻ്റെ വീടും എൻ്റെ അമ്മയുടെ വീടും ഒക്കെ മറന്നു പോകുക എന്നുള്ളത് നമുക്ക് ഇത്ര വിഷമമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അവിടേക്ക് ഒന്ന് പോയി ഒന്ന് ഓർമ്മ പുതുക്കിയെങ്കിലും ചെയ്യാം. അപ്പം എപ്പോഴും പണ്ട് നമ്മൾ സ്ഥിരമായി നിന്നിരുന്നപ്പോൾ, എനിക്ക് പൊന്നാനി പോലെയാണ്, അമ്മയ്ക്ക് കോഴിക്കോട്, അമ്മയുടെ കസിൻസൊക്കെ കോഴിക്കോടാണ്. അവരിപ്പോഴും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളും എപ്പോഴും ചെറിയ കുട്ടിയാകുമ്പോൾ പോയിക്കൊണ്ടിരുന്നിരുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ ശ്രീകൃഷ്ണപുരം അമ്പലം, അവിടെ ഒരു വെണ്ണ നമ്മൾ വഴിപാടായിട്ട് നേരുന്ന ഒരു അമ്പലമുണ്ട്. പിന്നെ നമ്മുടെ ബംഗ്ലാവ് അമ്പലം, പിന്നെ നമ്മൾ വളയനാടുകാവ് ഉണ്ടല്ലോ, അവിടെയും നമ്മൾ പോവാണ്. അപ്പോൾ അവിടെയൊക്കെ തൊഴുതിട്ട് നമ്മൾ ഇപ്രാവശ്യം ഒന്ന് രാവിലെ നേരത്തെ കുട്ടികളായിട്ട് പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ കോരിച്ചൊരിയുന്ന മഴ ആയതുകൊണ്ട് രാവിലെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അത്രയും മഴയായതുകൊണ്ട് കുട്ടികളെ വിളിച്ചില്ല, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചു, അത്ര മഴയായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ഗീതും മാത്രം ഞങ്ങൾ പോയി വന്നു. അപ്പോൾ ഇതാണ് വളയനാട് കാവ് അമ്പലം എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ഇതറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. പക്ഷേ ശ്രീകൃഷ്ണപുരം എന്നുള്ളത് നമ്മൾ വെണ്ണ നേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെണ്ണ ഉരുകില്ല, അതൊക്കെയാണ് അവിടുത്തെ ഐതിഹ്യം. എന്തൊരു ഭംഗിയുള്ള അമ്പലം അറിയോ, അവിടെ ഇരുട്ടിങ്ങനെ മൂടിക്കെട്ടി ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ വല്ലാത്തൊരു വൈബ്. ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ വൈബ് ഷോ, എനിക്ക് അവിടെയൊക്കെ തന്നെ പോകാൻ തോന്നണോ എന്നുള്ളൊരു വൈബ് എനിക്ക് കിട്ടുന്നത്. കാരണം ഇവിടുത്തെ ഈ ചൂടെന്ന് അവിടുത്തെ ആ ഒരു ഇത് കാണുമ്പോൾ ഒരു വല്ലാത്ത രസം. അങ്ങനെ വളയനാടുകാവും തൊഴുത് നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു ടീ ഷോപ്പിൽ, കാരണം നമ്മൾ ഗുരുവായൂരും ഇവിടെയൊക്കെ പോലെ പെട്ടെന്ന് അമ്പലങ്ങളുടെ മുന്നിൽ അങ്ങനത്തെ ഫുഡുകളൊന്നും കിട്ടാനില്ല. പിന്നെ ടൗണിലേക്ക് പോകണം, നമുക്ക് ഇത് ടൗൺ ടച്ച് ചെയ്യണ്ടല്ലോ, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു ചെറിയൊരു ഷോപ്പിൽ നിന്ന് പൂരി മസാലയും അതുപോലെ തന്നെ ചായയും കുടിച്ച് വേഗം കുട്ടികളൊക്കെ എണീക്കുമ്പോഴേക്കും അച്ഛനും ജയനൊന്നും വന്നില്ല കേട്ടോ, കാരണം ഞങ്ങൾ തന്നെ പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരിച്ച് വരുന്ന സീനറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ എന്ത് രസമാണെന്നൊക്കെ ഞാൻ അവിടെ ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമായിരുന്നേ. നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ കോഴിക്കോടും എന്താ പറയുക, അമ്മമ്മയുടെ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ റൂട്ട് അവിടെ നിന്നാണ്, കോഴിക്കോട് നിന്നാണ്. ഒരുപാട് കസിൻസും ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ അവിടെ നിൽക്കാറൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് നിൽക്കലൊക്കെ കുറഞ്ഞു, മറ്റേത് അച്ഛൻ വന്നാൽ എപ്പോഴും നിൽക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് സദ്യ ഏൽപ്പിച്ചു. സദ്യ പറഞ്ഞാൽ നമ്മുടെ അവിടെ അടുത്ത് ഇങ്ങനെ ഹോട്ടലിൽ ഇങ്ങനെ സദ്യ, കല്യാണമൊക്കെ ഉള്ള ദിവസം നമുക്ക് സദ്യ കിട്ടും. ഒരു ഇലയ്ക്ക് 130 രൂപ അങ്ങനെയൊക്കെയല്ലോ. അപ്പോൾ എല്ലാ കുട്ടികളൊക്കെ പോയി, ഇങ്ങനെ വരില്ലേ, കുട്ടികളൊക്കെ അപ്പോഴേക്കും വന്നു. മിത്തുകുട്ടിക്കൊക്കെ വരാനേ താല്പര്യമില്ലാത്തത് എന്താ വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും ഇവരൊക്കെ കളിക്കാൻ എത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സന്തോഷമായി ഭക്ഷണമൊക്കെ കഴിച്ച് ഇതേ അടുത്ത പരിപാടി യോഗ ഇൻസ്ട്രക്ടർ. നല്ല രസമായിട്ട് ഓരോന്ന്, അത് ശരിക്കും പറയാം വീഡിയോ വെച്ചിട്ടില്ല, ഭയങ്കര തമാശയായിരുന്നു. കുറേ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി അമ്മ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. കുട്ടികൾ പോകുന്നതിന് മുന്നേ പാവങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി അധിക ദിവസം ഇല്ലല്ലോ, ഇതാ ഈ ഒരു ടിക്ടോക്ക് പോലെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ.
മുണ്ടും നേരിട്ട് മാറ്റി ചേച്ചി സാരി കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ എടുത്തിരിക്കുന്നത്. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ? മുണ്ടും നേരിട്ട് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ. ഓ, പിന്നെ അങ്ങനെ ഇതാ 3-4 ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇന്ന് നമ്മൾ പോവുകയാണ് തിരിച്ച് ബോംബെക്ക്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുരിങ്ങയിടല കൂട്ടാനും അതുപോലെ ചക്ക എലിശ്ശേരിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കഴിച്ച് ഇതാ മിത്തുക്കുട്ടിയോടെ ക്ഷീണിച്ച് കിടന്നുറങ്ങാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പോകുന്ന വഴി എന്തൊരു ഭംഗിയായിരുന്നു അറിയോ, ഫുള്ളിങ്ങനെ മഴയോട് മഴ. അപ്പം മിത്തുക്കുട്ടി പ്രാർത്ഥിച്ച എന്താ വെച്ചാൽ ആ സമയത്ത് 3-4 ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു. കൊച്ചിയൊക്കെ പിന്നെ 6-7 മണിക്കൂർ ഡിലേ ആയിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് അത്ര മഴ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഫ്ലൈറ്റ് പോകാനുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഡൽഹി അതേപോലെ ബാംഗ്ലൂർ ഫ്ലൈറ്റൊക്കെ നമ്മൾ പോകുന്ന അതിൽ ക്യാൻസലായിരുന്നു. പക്ഷെ മുംബൈ മാത്രം ക്യാൻസലായില്ല. അപ്പോൾ മിത്തുക്കുട്ടിയുടെ പ്രാർത്ഥന എന്താ വെച്ചാൽ ഒരു ഫ്ലൈറ്റ് എങ്ങാനും ക്യാൻസലായാൽ തിരിച്ചു വരാമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷേ അതെന്തായാലും എനിക്കത് അങ്ങനെ ആവരുതേ എന്നായിരുന്നു. കാരണം എന്തായാലും നമ്മൾ റെഡിയായി, എന്നാലും നമ്മൾ പോകണമല്ലേ. മാക്സിമം എത്ര ദിവസം കൂടെ നിൽക്കാം, 3 ഡേയ്സും കൂടെ എക്സ്ട്രാ നിൽക്കാം, അത്രയല്ലേ പറ്റുള്ളൂ. പിന്നെ രംഷേട്ടൻ അവിടെ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്തായാലും നമുക്ക് പോയല്ലേ പറ്റും. പ്രത്യേകിച്ച് ഈ മഴയെ കാരണമായിട്ട് ഒട്ടും പോകാൻ തോന്നാത്ത. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ മുംബൈയിൽ മഴ പെയ്താൽ പിന്നെ അതൊരു സന്തോഷമായിരിക്കും. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. കോഴിക്കോട് എയർപോർട്ടിനെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, ഡൊമസ്റ്റിക്കിൽ ഒന്നും തന്നെ ഇല്ല ഭക്ഷണം കഴിക്കാൻ. ഒരൊറ്റ ഇതേ ഉള്ളൂ, കടയുള്ളൂ കേട്ടോ. അതിൽ തന്നെ ഫുഡ് ഞാനൊരു ബർഗർ വാങ്ങിയിട്ട്, വേറെ ഒന്നുമില്ല, അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ. അപ്പം ഇത്തൊരു പൊറോട്ട റോളും ഞാനൊരു ബർഗറും വാങ്ങിച്ചു. ഞാനത് വായെ വെച്ചിട്ട് തിരിച്ച് അതുപോലെ തന്നെ കൊടുത്തു. അത്രയും വേസ്റ്റായിരുന്നു. അപ്പോൾ ഒന്നും കഴിക്കാനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ഇറങ്ങി പിന്നെ 9:30 ഭാഗ്യത്തിന് എയർ ഇന്ത്യയിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഭക്ഷണം കിട്ടില്ല, ചില ഇന്ത്യകളൊന്നും ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടല്ല. പിന്നെ അവിടുത്തെ ഫ്ലൈറ്റിൽ ഫുഡ് വലിയതൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുംബൈ അല്ലെങ്കിൽ കൊച്ചി പോലത്തെ എന്തെങ്കിലും ഒരു 1-2 ഹോട്ടലൊക്കെ ശരിക്കും തുടങ്ങാം, ഇത്രയും പാസഞ്ചേഴ്സ് പോണതല്ലേ. അപ്പോൾ അതൊരു വല്ലാത്തൊരു സങ്കടമായി. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ മുംബൈ എയർപോർട്ടിലേക്ക് എത്തി. ഇനി ബാക്കി എന്താ, മുംബൈ ഡേയ്സ് അല്ലേ. അപ്പോൾ മുംബൈയിലെത്തിയപ്പോൾ അതിൻ്റേതായ സന്തോഷം കേട്ടോ. മുംബൈ വേറെ വൈബ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കുറേ സ്ഥലങ്ങൾ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത വർഷം നാട്ടിലേക്ക് പോകുന്നവർ, അതിൻ്റെ ഇടയിൽ നമുക്ക് പോകാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി ബാക്കി മുംബൈ വ്ളോഗുകളുമായിട്ട് നമുക്ക് കാണാമല്ലോ. ബൈ.